ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത അറിയാലോ. അപ്പോൾ നമുക്കിവിടെ എന്നും പരിസ്ഥിതി ദിനം തന്നെയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടിട്ടും പറിച്ചിട്ടൊക്കെ ആയിട്ട് ഇരിക്കും. ഇന്നത്തെ കാലാവസ്ഥ വെയിലാണ് കേട്ടോ, അധികം ചൂടില്ലാത്ത വെയിലാണ്. കഴിഞ്ഞ വർഷം എൻ്റെ മോള് നട്ടിട്ടുള്ള റംബൂട്ടാൻ്റെ തയ്യാണ് കേട്ടോ ഇതെങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വേനലിൽ ഇപ്പോൾ ഈ ലാസ്റ്റിൽ മഴ തുടങ്ങുന്നതിന് മുമ്പ് കട്ട് ചെയ്ത് നിർത്തിയാണ് നമ്മൾ കറിവേപ്പിൻ്റെ ഇല. അത് നന്നായിട്ട് ആ തൈ നന്നായിട്ട് ഇങ്ങനെ തളർത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെ ഒരുപാട് തൈകളുണ്ട്. ആ തൈക്ക് മുരടിച്ച് നിൽക്കുന്നു. മഴ പെയ്തപ്പോൾ ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഇടവെയിൽ കിട്ടിയപ്പോഴാണ് ഒക്കെ ഒന്ന് ഉഷാറായി വന്നത്. അങ്ങനെ നിൽക്കാതെ മഴ പെയ്താലും മഴ വെള്ളം കിട്ടുന്നുണ്ടെങ്കിലും വെയിൽ കിട്ടണം ഒരു ഉഷാറൊക്കെ വരണമെങ്കിൽ കേട്ടോ. കഴിഞ്ഞ തവണ നഴ്സറി പോയിട്ടുള്ളപ്പോൾ ഒരു റൂബിക്കയുടെ തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇത്തവണ തന്നെ ഒരു 8 മാസമായിട്ടുള്ളൂ. ഇത്തവണ തന്നെ ഇങ്ങനെ കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പൂണ്ടായിരുന്നു, ഇതേ പിടിച്ചുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പരിസ്ഥിതി ദിനമായിട്ട് അവർ കൊന്നയുടെ തൈയാണ് കേട്ടോ നടാൻ പോണത്. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അത് നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ അപ്ഡേഷൻ അടുത്ത വർഷമൊക്കെ നോക്കാം. പിന്നെ ഞാൻ ഇങ്ങനെ തൊടുവിൽ കൂടെ നടന്നപ്പോൾ ഒരു സ്മെല്ല് വന്നപ്പോൾ നോക്കിയതാണ്. അപ്പോൾ ചക്കൊക്കെ ആയിട്ടുണ്ട്, തന്നെ ഇങ്ങനെ പൊളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ മധുരം വെക്കുന്നുള്ളൂ. ഇങ്ങനെ ഉള്ളിലിങ്ങനെ ചുള തിങ്ങി നിന്നിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് നിന്നതാട്ടോ. നമ്മൾ എത്തുന്നതിന് മുമ്പൊക്കെ ഉറുമ്പൊക്കെ വന്നിട്ട് ടെസ്റ്റ് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഓറഞ്ച് ചക്കയാണ്. മഴ പെയ്തിട്ട് കളർ കുറവാണ്, എന്നാലും മധുരത്തിന് കോംപ്രമൈസ് ഒന്നുമില്ല കേട്ടോ.